Good morning to all. Today we are going to discuss a problem regarding the computation of income from house property, which involves the calculation of both income from self-occupied property and income from let-out portion. And the question is, determine the income from house property in the following case for the year 2019-20. 2/3 portion of the house is self-occupied and 1/3 portion is let out for rupees 10,000 per month. The let-out portion remained vacant for 3 months. Further, the tenant did not pay 1 month rent, but he is still residing in the house. Municipal tax rupees 3,000 was paid during the year, which is 1% of the municipal valuation. Interest on loan taken in 2013 for construction of the house amounts to 1,20,000, and it was due but not paid till 31st March 2020. ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഹൗസ് പ്രോപ്പർട്ടി അതിൻ്റെ 2/3 പോർഷൻ എന്ന് പറയുന്നത് സെൽഫ് ഒക്കുപ്പൈഡ് ആണ്, 1/3 പോർഷൻ മാത്രമാണ് ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ 3 മാസം ലോസ് ഡ്യൂ ടു വേക്കൻസി എന്ന് പറയുന്ന, അല്ലെ ഹൗസ് റിമൈൻഡ് വേക്കൻറ്റ് ഫോർ 3 months എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ അൺറിയലൈസ്ഡ് റെന്റ് 1 month അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു കണ്ടീഷനോടും പറഞ്ഞിട്ടുണ്ട്, ബട്ട് ദ ടെനന്റ് ഈസ് സ്റ്റിൽ റിസൈഡിങ് ഇൻ ദ ഹൗസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതും ശ്രദ്ധിക്കണം. ദെൻ മുനിസിപ്പൽ ടാക്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സ് ഇസ് rupees 3,000 ആൻഡ് ഇറ്റ് വാസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആൻഡ് ഇറ്റ് ഈസ് 1% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ. അപ്പോൾ മുനിസിപ്പൽ വാല്യുവേഷൻ എത്രയാണെന്നുള്ളത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ എന്ന് പറയുന്നത് 1,20,000 ആണ്. അത് ഇറ്റ് വാസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ടിൽ ദ ഡേറ്റ് ഓഫ് 31st March 2020. ഓക്കെ, ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യുക, ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ കാണുക, ദെൻ ഇൻകം ഫ്രം സെൽഫ് ഒക്കുപ്പൈഡ് പോർഷൻ കാണുക. അപ്പോൾ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ ആണ് ആദ്യം നോക്കുന്നത്. ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ കാണണമെങ്കിൽ നിങ്ങൾക്കറിയാം, ആദ്യം എന്ത് ചെയ്യണം, വീടിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണെന്നുള്ളത് അസർട്ടൈൻ ചെയ്യണം. ഗ്രോസ് ആനുവൽ വാല്യൂവിനകത്തു നിന്നാണ് പോസിബിൾ ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്, അല്ലെ അഡ്മിസിബിൾ ഡിഡക്ഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കുറച്ചതിന് ശേഷം ബാലൻസ് എമൗണ്ട് ലെഫ്റ്റ് വിത്ത് ആയിരിക്കും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓർ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂവിൻ്റെ അസർട്ടൈൻമെന്റ് ആണ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് ലെറ്റ് ഔട്ട് പോർഷൻ്റെ നോക്കേണ്ടത്? എല്ലാ നോർമൽ കേസിലും നമ്മൾ ചെയ്യുന്ന എന്താണ്, എക്സ്പെക്റ്റഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. എക്സ്പെക്റ്റഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ, അതാണ് എന്ത് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോസ് ഡ്യൂ ടു വേക്കൻസി വരുന്ന കേസിൽ അതിൻ്റെ കൂടെ അൺറിയലൈസ്ഡ് റെന്റും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് മൈനസ് അൺറിയലൈസ്ഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോസ് ഡ്യൂ ടു വേക്കൻസി എന്ന് പറയുന്നത് മൈനസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളാം. സാധാരണഗതിയിൽ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ, ദെൻ കമ്പയർ ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ്, ടേക്ക് ദ ലോവസ്റ്റ്. അതാണ് എന്ത് എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയുന്നത്. ആ എക്സ്പെക്റ്റഡ് റെന്റിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ആക്ച്വൽ റെന്റുമായിട്ടാണ്. അതിനകത്ത് ഹയസ്റ്റ് ആണ് എടുക്കാറ് സാധാരണ നോർമൽ കേസിൽ, ഈ ലോസ് ഡ്യൂ ടു വേക്കൻസി ഇല്ലാത്ത കേസിൽ. പക്ഷെ ലോസ് ഡ്യൂ ടു വേക്കൻസി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, കൂട്ടത്തിൽ അൺറിയലൈസ്ഡ് റെന്റും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് എങ്ങനെയാണ്, എക്സ്പെക്റ്റഡ് റെന്റ് ആസ് യൂഷ്വൽ പ്രൊസീജിയർ, എക്സ്പെക്റ്റഡ് റെന്റ് എത്രയാണെന്ന് കാണുന്നു, മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റ് വിച്ച് ഓർ ഇസ് ഹയർ, കമ്പയറിങ് ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ്, ടേക്കിംഗ് ദ ലോവസ്റ്റ്. അതാണ് എന്ത് എക്സ്പെക്റ്റഡ് റെന്റ്. അത് ഓക്കെയാണ്. ഇനി വരുന്ന എന്താണ്, അതിനെ കമ്പയർ ചെയ്യേണ്ടത് ആക്ച്വൽ റെന്റ് ലെസ് അൺറിയലൈസ്ഡ് റെന്റ്. അതിനകത്ത് ഹയർ ഏതാണ്, എക്സ്പെക്റ്റഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് ലെസ് അൺറിയലൈസ്ഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. അതായിരിക്കുമല്ലോ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അതിനകത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ലോസ് ഡ്യൂ ടു വേക്കൻസി ഓർ റെന്റ് നോട്ട് റിസീവ്ഡ് ഫോർ ദ വേക്കൻറ്റ് പീരീഡ്. അല്ലെങ്കിൽ ഇപ്പം 3 മാസം വീട് ഒഴിഞ്ഞു കിടന്നിട്ടുണ്ട്, ആ ഒഴിഞ്ഞു കിടന്ന സമയത്ത് നമുക്ക് വാടകയില്ല, വാടകയ്ക്ക് കൊടുത്തിട്ട് കിട്ടാത്തതല്ല,
വാടകയ്ക്ക് കൊടുത്തിട്ട് കിട്ടാത്തത് അൺറിയലൈസ്ഡ് റെന്റ് ആണ്. ഇത് പറയുന്നത് വീട് ഒഴിഞ്ഞു കിടന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, വാടക കിട്ടിയിട്ടില്ല. അപ്പൊ ആ ലോസ് ഡ്യൂ ടു വേക്കൻസി അതിനകത്തു നിന്നാണ് കുറയ്ക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്, ചിലപ്പോൾ നമ്മൾ കുറഞ്ഞ വാടകയ്ക്കായിരിക്കാം നമ്മളുടെ വീട് കൊടുത്തിട്ടുള്ളത്, പക്ഷെ ആ വീടിന്റെ യഥാർത്ഥത്തിലുള്ള ഏണിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതായിക്കോണമെന്നില്ല. അതായത് നമ്മളുടെ ഒരു പരിചയക്കാരനാണ് നമ്മളൊരു വീട് കൊടുക്കുന്നതെങ്കിൽ 10,000 രൂപ വാടക കിട്ടിയേക്കാവുന്ന ഒരു വീട് വേണമെങ്കിൽ നമ്മൾ 5,000 രൂപ വെച്ചായിരിക്കാം മന്ത്ലി റെന്റിന് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെങ്കിൽ ആ വീടിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്ന ആ വീടിന്റെ ഏണിംഗ് കപ്പാസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഏണിംഗ് കപ്പാസിറ്റിയുടെ മുകളിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്, ദ മാക്സിമം പ്രോബബിൾ ഇൻകം ദാറ്റ് കുഡ് ബി ജനറേറ്റഡ് ഓർ ഏൺഡ് ഓൺ ലെറ്റിംഗ് ഔട്ട് ഓഫ് ദ ഹൗസ്. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രോസ് ആനുവൽ വാല്യൂന്റെ ഡിറ്റർമിനേഷൻ ആണ്. അപ്പോൾ എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് ലെസ് അൺറിയലൈസ്ഡ് റെന്റ് എന്നാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അൺറിയലൈസ്ഡ് റെന്റ് കൺസിഡർ ചെയ്യുന്നില്ല. അതിന്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിക്കോളാം. 1/3 പോർഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 1/3 മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആദ്യം നോക്കുക. എക്സ്പെക്ടഡ് റെന്റ്, മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. ഇവിടെ ഫെയർ റെന്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, മുനിസിപ്പൽ റെന്റ് എത്രയാണ്, മുനിസിപ്പൽ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മുനിസിപ്പൽ വാല്യൂ എത്രയാണെന്നുള്ളതിന്റെ ഒരു ഹിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതെന്താണ്, മുനിസിപ്പൽ ടാക്സ് റുപ്പീസ് 3,000 was paid during the year, which is 1% of the municipal valuation. മുനിസിപ്പൽ വാല്യുവേഷന്റെ മേളിലാണ് എപ്പോഴും മുനിസിപ്പൽ ടാക്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യൂവിന്റെ 1% ആണ് മുനിസിപ്പൽ ടാക്സ്, ദാറ്റ് അമൗണ്ട്സ് ടു 3,000. അപ്പൊ പിന്നെ മുനിസിപ്പൽ വാല്യൂ എത്രയാണെന്ന് അറിയാലോ, അതിന്റെ 100% എത്രയാണെന്ന് നോക്കിയാൽ മതിയല്ലോ. 3,000 into 100 എത്രയാണെന്ന് നോക്കിയാൽ മതി. 1% is equivalent 3,000 is equivalent to 1%, and 100% എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 lakhs. അപ്പൊ മുനിസിപ്പൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 3 lakhs ആണ്. ഓക്കെ, ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂ ഒക്കെ സാധാരണ ഇതിൽ ക്വസ്റ്റ്യനിൽ തരും, സ്റ്റാൻഡേർഡ് റെന്റും ഒക്കെ. ഇനി ഒന്നും തന്നിട്ടില്ലെങ്കിൽ കൂടെ ഏതെങ്കിലും ഒന്നാണ് തന്നെങ്കിലും എക്സ്പെക്ടഡ് റെന്റ് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്നതിനകത്ത് വെച്ചിട്ട് ഏതാണ് ഹയസ്റ്റ്, മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. അതിൽ തന്നിരിക്കുന്ന ഒരെണ്ണം മാത്രമേ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്ത്, എക്സ്പെക്ടഡ് റെന്റ്. സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുമില്ല. അപ്പൊ പിന്നെ എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയുന്നത് എന്താണ്, മുനിസിപ്പൽ വാല്യൂ തന്നെയാണ്. ഇവിടെ മുനിസിപ്പൽ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിലും മുനിസിപ്പൽ വാല്യുവേഷന്റെ 1% ആണ് മുനിസിപ്പൽ ടാക്സ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്കറിയാം അതിന്റെ 100% മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് 3 lakhs ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയുന്നത് 3 lakhs ആണ്. അപ്പൊ ഇത് വീടിന്റെ എൻറ്റയർ ഹൗസിന്റെ ആണ്. അപ്പൊ 1/3 പോർഷൻ മാത്രമാണ് ലെറ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ എക്സ്പെക്ടഡ് റെന്റ് ഓഫ് ദ 1/3 ലെറ്റ് ഔട്ട് പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 1 lakh ആണ്. ഓക്കെ, അപ്പൊ എക്സ്പെക്ടഡ് റെന്റ് കിട്ടി 1 lakh. ഇനി ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ കമ്പയർ ചെയ്യേണ്ടത് എന്താണ്, ലോസ് ഡ്യൂ ടു വേക്കൻസി അൺറിയലൈസ്ഡ് റെന്റ് വരുന്നതുകൊണ്ട് ആക്ച്വൽ റെന്റ് ലെസ് അൺറിയലൈസ്ഡ് റെന്റ്, അതിനകത്ത് ഏതാണ് വലുത് എന്നാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ അൺറിയലൈസ്ഡ് റെന്റ് ഇതിനകത്തുനിന്ന് ലെസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിയലൈസ്ഡ് റെന്റ് വരുന്ന സമയത്ത് കണ്ടീഷൻസ് ഓഫ് റൂൾ 4 എന്ന് പറഞ്ഞിട്ടൊരു റൂള് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ടെനൻസി ഷുഡ് ബി എ ബോണഫൈഡ് ടെനൻസി, then the defaulting tenant should have vacated the house. അതേപോലെ തന്നെ the owner should have taken all the possible measures to recover the rent back. Then പിന്നെ the tenant is not occupying any other property of this same owner. ഈ പറയുന്ന 4 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ പറയുന്ന റെന്റ് ഡീഡ് അല്ലെങ്കിൽ ഇയാൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ടെനൻസി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒരു ജെന്യൂൻ ആയിട്ടോ ബോണഫൈഡ് ആയിട്ടോ ഉള്ള ഒരു ടെനൻസി ആയിരിക്കണം. അതുപോലെ തന്നെ ഇയാളുടെ അടുത്തുനിന്ന് റെന്റ് റിക്കവർ ചെയ്യാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നിയമ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. കിട്ടാത്ത പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തിട്ടില്ല, പണം കിട്ടിയിട്ടുണ്ടായിരിക്കരുത്. അപ്പൊ മാത്രമേ അത് അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇതേ ഉടമസ്ഥന്റെ വേറെ ഉടമസ്ഥതയിലുള്ള വേറെ വീടുകളിലൊന്നും ഈ ടെനന്റ് താമസിക്കുന്നു ഉണ്ടാവരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു ഒറിജിനൽ അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പൈസ തരാത്ത ഒരാളെ നമ്മൾ പിന്നെയും വേറെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് അയാളുടെ അടുത്തുനിന്ന് കിട്ടാത്ത പൈസ ഒരു കിഴിവായിട്ട് തരണം എന്ന് പറയുന്നതിൽ വലിയ ലോജിക്കൊന്നുമില്ല. അയാളുടെ അടുത്തുനിന്ന് ആ പൈസ വസൂലാക്കാനുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാവണം. എന്നിട്ടും നമ്മൾ പരാജയപ്പെട്ടു ആ പൈസയൊന്നും എന്ത് ചെയ്തിട്ടില്ല, ബാഡറ്റായിട്ട് എഴുതി തള്ളുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ നമ്മളുടെ വീട്ടിൽ തന്നെ വീട് ഒഴിഞ്ഞു ദ ടെനന്റ് ഷുഡ് ഹാവ് വെക്കേറ്റഡ് ദ ഹൗസ് എന്നും പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഉള്ള വീട് അയാൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അൺറിയലൈസ്ഡ് റെന്റിന്റെ കേസിൽ നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അയാളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദ ടെനന്റ് ഇസ് സ്റ്റിൽ റിസൈഡിങ് ഇൻ ദ സെയിം ഹൗസ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ ആ അൺറിയലൈസ്ഡ് റെന്റ് കണ്ടീഷൻസ് ഓഫ് റൂൾ 4 ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ദിസ് കേസ്, സോ ദാറ്റ് അൺറിയലൈസ്ഡ് റെന്റ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ ഡിഡക്ഷൻ ഹിയർ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ആ ഒരു ഇത് ഡിഡക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ നമുക്കുള്ളത് നോർമൽ പ്രൊസീജിയർ എങ്ങനെയാണ്, എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. ആക്ച്വൽ റെന്റ് മൈനസ് അൺറിയലൈസ്ഡ് റെന്റ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ എടുക്കാത്തത്, അല്ലാതെ ലോസ് ഡ്യൂ ടു വേക്കൻസി ഇല്ലാത്തതുകൊണ്ടല്ല. ലോസ് ഡ്യൂ ടു വേക്കൻസി ഇവിടെ ഉണ്ട് എന്നിട്ട് പോലും നമ്മളത് എടുക്കാത്തതിന്റെ കാര്യം ആ കണ്ടീഷൻസ് ഓഫ് റൂൾ 4 എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, മീറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ദ ടെനന്റ് ഇസ് സ്റ്റിൽ റിസൈഡിങ് ഇൻ ദ സെയിം ഹൗസ്, he didn't vacate the house yet. അയാൾ എന്ത് ചെയ്തിട്ടില്ല, വീട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വെക്കേറ്റ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് എന്താണ്, ആ അൺറിയലൈസ്ഡ് റെന്റ് നമ്മൾ ലെസ് ചെയ്യുന്നില്ല, ലെസ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് അൺറിയലൈസ്ഡ് റെന്റ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ ഡിഡക്ഷൻ. അപ്പം ഇവിടെ എന്ത് ചെയ്തു, ആക്ച്വൽ റെന്റ് റിസീവ്ഡ് കമ്പയർ ചെയ്യുന്നത് എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയുന്നത് 1,00,000 ഓർ 1,20,000 ആക്ച്വൽ റെന്റ്. 1,20,000 ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് ദ ഹൗസ് ഈസ് ലെറ്റ് ഔട്ട് ഫോർ എ മന്ത്ലി റെന്റ് ഓഫ് 10,000. ആ 10,000 എന്ന് പറയുന്നത് എന്താണ്, ലെറ്റ് ഔട്ട് പോർഷൻ എന്ന് പറയുന്നത് 1/3 ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 1,20,000 ആണ് ആക്ച്വൽ റെന്റ് റിസീവബിൾ എന്ന് പറയുന്നത്. രണ്ടിൽ ഗ്രേറ്റർ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ റെന്റ് റിസീവബിൾ, അതായത് 1,20,000. അതിനകത്തും നമുക്ക് എന്ത് ചെയ്യാം, ലോസ് ഡ്യൂ ടു വേക്കൻസി എന്ന് പറയുന്നത് ഹൗസ് റിമൈൻഡ് ഫോർ 3 months എന്ന് പറഞ്ഞല്ലോ, അത് 10,000 വെച്ച് 3 മാസത്തേക്ക് കഴിക്കുമ്പോൾ 30,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ്, അതായത് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്ന 1,20,000 മൈനസ് ഈ പറയുന്ന 30,000 എന്ന് പറയുന്നത് എന്താ, ലോസ് ഡ്യൂ ടു വേക്കൻസി. അത് കഴിച്ചിട്ടുള്ള എമൗണ്ട് 90,000. ദാറ്റ് വിൽ ബി ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദ ലെറ്റ് ഔട്ട് പോർഷൻ ഓഫ് ദ ഹൗസ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടി. ഇനി ഇതിനകത്തു നിന്നുള്ള ഡിഡക്ഷൻസ് ഏതാണ്, സെക്ഷൻ 23 പ്രകാരമുള്ള ഫസ്റ്റ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. മുനിസിപ്പൽ ടാക്സിന്റെ കേസ് പറയുമ്പോൾ ഓർത്തോളാ, മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ ദ ടെനന്റ് പേ ചെയ്തിട്ടുണ്ടാണ്. മുനിസിപ്പൽ ടാക്സ് ഡ്യൂ ആയതുകൊണ്ട് കാര്യമില്ല, ഇവിടെ പെയ്ഡ് തന്നെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ടോട്ടൽ ഹൗസിന്റെ മുനിസിപ്പൽ ടാക്സ് ആണ് 3,000 എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ 1/3 മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സിൻസ് ദ ലെറ്റ് ഔട്ട് പോർഷൻ ഇസ് 1/3 ഓഫ് ദ ഹൗസ്. അപ്പോൾ അവിടെ എന്താണ്, 3,000ന്റെ 1/3 എന്ന് പറയുമ്പോൾ 1,000 രൂപ. അപ്പോൾ 90,000 മൈനസ് 1,000. പിന്നെ അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഡിഡക്റ്റബിൾ ഐറ്റം അല്ല. അപ്പോൾ പിന്നെ അത് ഇവിടെ എന്തില്ല, അതിന് ഒരു കൺസിഡറേഷനും ഇല്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് നോക്കണ്ട. അപ്പൊ പിന്നെ 89,000 എന്ന് പറയുന്നതാണ് എന്ത്, ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത്, അല്ലെ നെറ്റ് ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ്. ഇനി നോർമലി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ 24 പ്രകാരമുള്ള ഡിഡക്ഷൻസ് എന്താണ്, 30% ഓഫ് ആനുവൽ വാല്യൂ ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അത് 89,000ന്റെ 30%, അത് എത്രയാണ്, 26,700. ദെൻ ഇനിയുള്ളത് ഏതാണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്ന ആ ഐറ്റം എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് ഡ്യൂ ആണ്, നോട്ട് പെയ്ഡ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഡ്യൂറിംഗ് ദ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് വെദർ പെയ്ഡ് ഓർ നോട്ട് ഇസ് ഇമ്മെറ്റീരിയൽ. അത് നമ്മൾ പേ ചെയ്തിട്ടുണ്ടോ ഇല്ലേ നോക്കണ്ട. ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഡ്യൂ ആൻഡ് പെയ്ഡ് ക്യാൻ ബി ബോത്ത് ഡ്യൂ ആൻഡ് പെയ്ഡ് ക്യാൻ ബി ക്ലെയിംഡ് ആസ് എ ഡിഡക്ഷൻ ഇൻ ദ കേസ് ഓഫ് ഇൻട്രസ്റ്റ്. ബട്ട് paid amount but in the case of municipal tax, paid amount alone can be claimed as a deduction. മുനിസിപ്പൽ ടാക്സ് വരുമ്പോൾ പേ ചെയ്തിട്ടുണ്ടാവണം നിർബന്ധമാണ്. ഇൻട്രസ്റ്റിന്റെ കേസ് വരുമ്പോൾ പേ ചെയ്തിട്ടുണ്ടാവണം നിർബന്ധമില്ല. ഡ്യൂ ആയാൽ കൂടെ എന്താണ്, ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,20,000 ആണ്. അപ്പൊ ലെറ്റ് ഔട്ട് പോർഷൻ്റെ എത്ര വരുള്ളൂ, അതിന്റെ 1/3 വരുള്ളൂ. 1,20,000 ഡിവൈഡഡ് ബൈ 3 40,000. അത്രയും 40,000 നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30% 26,700 ഇൻട്രസ്റ്റ് ഓൺ ലോൺ 1/3 എന്ന് പറയുന്നത് എത്രയാണ്, 40,000. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 89,000 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, ഡിഡക്ട് ചെയ്യാൻ പറ്റും. 89,000 മൈനസ് 66,700 എത്ര വരും, 22,300. ഇതാണ് ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് എന്താണ്, സെൽഫ് ഒക്കുപ്പൈഡ് പോർഷന്റെ കാൽക്കുലേഷൻ ആണ്. അത് നിങ്ങൾക്ക് അറിയുന്നതിനാണ്, അതിൽ വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല, വളരെ ഈസിയാണ്.
എന്താണ് നെറ്റ് ആനുവൽ വാല്യൂ അല്ല സോറി ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് എന്താണ് നില്ലായിരിക്കും. അതിന്റെ കാരണം എന്താണ്? ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ മാക്സിമം പോസിബിൾ ഇൻകം ദാറ്റ് കുഡ് ബി ഏൺഡ് ഫ്രം ദ ഹൗസ് ഓൺ ലെറ്റിംഗ് ഔട്ട് ഓഫ് ദ ഹൗസ്, അല്ലെങ്കിൽ മാക്സിമം ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഹൗസ് ഓൺ ലെറ്റിംഗ് ഔട്ട് ഓഫ് ദ ഹൗസ്. അതാണ് എന്ത് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇവിടെ വീട് വിൽക്കാത്തതുകൊണ്ട് തന്നെ ആനുവൽ വാല്യൂ എന്ന് പറയുന്ന ഗ്രോസ് ആനുവൽ വാല്യൂ അല്ല, വീട് വാടകയ്ക്ക് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ അവിടെ റെലവൻസ് ഇല്ല. അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നില്ലാണ്. പിന്നെ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിഡക്റ്റബിൾ ഐറ്റം അല്ല ഇൻ ദ കേസ് ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. ആകെ അവിടെ ഉള്ളത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നെറ്റ് ആനുവൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്ന 30% അവിടെ ഇല്ല. ആകെ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വല്ല ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ കൂടെ നമുക്ക് വേറെ അതർ സോഴ്സിൽ നിന്നൊക്കെ ഇൻകം വരുന്ന സമയത്ത് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടെ ഈ ഒരു ഇനത്തിൽ ഉണ്ടാകുന്ന നമ്മളുടെ ചെലവിനെ എന്ത് ചെയ്യും? അതൊരു അഡ്മിസിബിൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് മാത്രം എന്ത് ചെയ്യും? ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓർ റിപ്പയർ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ആസ് എ ഡിഡക്ഷൻ ഈവൻ ഇൻ ദ കേസ് ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. അതുകൊണ്ട് അത് മാത്രം ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ടു തേർഡ് എത്രയാണെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. 2/3 പോർഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? സെൽഫ് ഒക്കുപ്പൈഡ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് എത്രയാണ്? 1,20,000 ആണ്. അതിന്റെ 2/3 എന്ന് പറയുന്നത് എത്രയാണ്? 80,000. ആ 80,000 എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സെൽഫ് ഒക്കുപ്പൈഡിന് മാക്സിമം പറ്റുന്നത് 2 lakh ആണെന്ന് ഓർത്തോളാം. പിന്നെ റിപ്പയറിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ 30,000 ആണെന്ന് ഓർത്തോളാം. ഇത് കൺസ്ട്രക്ഷന് വേണ്ടി തന്നെ ആയതുകൊണ്ട് ഈ എൻ്റെ 80,000 നമുക്ക് 2 lakhന്റെ താഴെ വരുന്നതായതുകൊണ്ട് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ കേസിൽ സെൽഫ് ഒക്കുപ്പൈഡ് പോർഷനിലെ ലോസ് എന്ന് പറയുന്നത് എത്ര വരും? 80,000 വരും. കാര്യം ആ ഒരു ഒറ്റ ഫിഗർ മൈനസ് ഫിഗർ ആണല്ലോ വരുന്നത്, ഡിഡക്ഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ -80,000 അല്ലെങ്കിൽ ലോസ് ഫ്രം സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 80,000. ഓക്കെ, അപ്പൊ ആദ്യം നോക്കിയപ്പോ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 22,300. ലോസ് ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ എന്ന് പറയുന്നത് 80,000. ഇത് രണ്ടും കൂടെ എന്താ പറയാ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് വരുന്ന എത്രയാണ്? 57,700. അതായത് 22,300 എന്ന് പറയുന്നത് ഇൻകം ഉണ്ട്, ലോസ് ഫ്രം സെയിം ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 80,000 ഉണ്ട്. അപ്പൊ അത് കഴിച്ചിട്ട് ബാലൻസ് വരുന്നത് മൈനസ് ഫിഗർ തന്നെയാണ്, ലോസ് തന്നെയാണ് വരുന്നത്. 57,700 ആണ് ടോട്ടൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. വാട്സപ്പിൽ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പറഞ്ഞിരിക്കുന്ന ഒരു അഡീഷണൽ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സാധാരണഗതിയിൽ നോർമൽ കേസിൽ നമ്മൾ ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ഷാൽ ബി ടേക്കൺ ആസ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ. ഇതാണ് നമ്മുടെ നോർമൽ പ്രൊസീജിയർ. എല്ലാ കേസിലും ഇത് തന്നെ ചെയ്താൽ മതി. പക്ഷെങ്കിൽ ലോസ് ഡ്യൂ ടു വേക്കൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് എന്താണ്? അൺറിയലൈസ്ഡ് റെന്റ്. ഇനി ലോസ് ഡ്യൂ ടു വേക്കൻസി ഇല്ലാത്തൊരു കേസിൽ അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ആദ്യം പറഞ്ഞ പ്രൊസീജിയറെ ഫോളോ ചെയ്യേണ്ടതുള്ളൂ. ഈ ലോസ് ഡ്യൂ ടു വേക്കൻസി വരികയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെക്റ്റഡ് റെന്റ് ആസ് യൂഷ്വൽ പ്രൊസീജിയർ കണ്ടേച്ച് അതിന്റെ കൂടെ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ലെസ് അൺറിയലൈസ്ഡ് റെന്റ്, ആ അൺറിയലൈസ്ഡ് റെന്റ് ലെസ് ചെയ്യുന്നു. ആ അൺറിയലൈസ്ഡ് റെന്റ് ലെസ് ചെയ്തേച്ച് ആ എമൗണ്ടിനകത്ത് ഗ്രേറ്റർ വാല്യൂ ഏതാണ് അതാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അതിനകത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോസ് ഡ്യൂ ടു വേക്കൻസി ഡിഡക്ട് ചെയ്യുന്നത്. പിന്നെ ഒറിജിനൽ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് ഈ ബാലൻസ് എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് അൺറിയലൈസ്ഡ് റെന്റ് ഒരു കിഴിവായിട്ട് ആക്ച്വൽ റെന്റിനകത്തു നിന്ന് എടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു അൺറിയലൈസ്ഡ് റെന്റ് ഒരു അഡ്മിസിബിൾ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ 4 കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റ് നമുക്കൊരു ഡിഡക്റ്റബിൾ ഐറ്റം ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ യൂഷ്വൽ പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്റ്റഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുന്നത് എടുക്കുന്നു. അതിനകത്ത് നമ്മൾ ലോസ് ഡ്യൂ ടു വേക്കൻസി എത്രയാണ് അത് കുറയ്ക്കുന്നു. ബാലൻസ് ആണ് എന്ത്? നമ്മുടെ അതായത് ഇപ്പോൾ 12 മാസത്തിൽ 9 മാസം വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 9 മാസത്തേക്ക് ആക്കണ്ടേ? അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു അൺറിയലൈസ്ഡ് റെന്റിന്റെ കേസിൽ പാലിക്കേണ്ട കണ്ടീഷൻസ് ഇതാണ്. the tenancy should be genuine or it should be bona fide one. Then the tenant should have vacated the home and the tenant is not residing in any of the house properties of the same owner. Then the owner should have taken all the possible measures to recover the rent from the tenant. Okay, ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.